ഹായ് എവരി വൺ, വേദഗണിതം വേദിക് മാത്സിന്റെ 29ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ക്യൂബ് റൂട്ട് ഓഫ് എ നമ്പർ. ഒരു നമ്പറിന്റെ ക്യൂബ് റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ക്യൂബ് ഓഫ് എ നമ്പർ നമ്മൾ ചെയ്തതാണ്, ഇങ്ങനെയാണ് ഒരു നമ്പറിന്റെ ക്യൂബ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ക്യൂബ് റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്ക്വയർ റൂട്ടിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ കുറച്ച് നമ്പേഴ്സിന്റെ ക്യൂബും യൂണിറ്റ് പ്ലേസും ഒക്കെ നമ്മൾ ഇവിടെയും പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ക്യൂബ് റൂട്ടിൽ ക്യൂബിൽ 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിന്റെ ക്യൂബ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. 1 ക്യൂബ് 1, 2 ക്യൂബ് 8, 3 ക്യൂബ് 27, 4 ക്യൂബ് 64, 5 ക്യൂബ് 125, 6 ക്യൂബ് 216, 7 ക്യൂബ് 343, 8 ക്യൂബ് 512, 9 ക്യൂബ് എന്ന് പറയുന്നത് 729. അപ്പൊ ഇതിൽ വരുന്ന യൂണിറ്റ് പ്ലേസ് എന്തായാലും ബൈ ഹാർട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി യൂണിറ്റ് പ്ലേസും ഓപ്ഷൻസും നേരത്തെ സ്ക്വയർ റൂട്ട് ചെയ്തപ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ സ്ക്വയർ റൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്തുണ്ടായിരുന്നു, 2 ഓപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ, 1 or 9 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഓരോ യൂണിറ്റ് പ്ലേസിനും ഓരോ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് വരുവാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അപ്പൊ ഇത് സ്ക്വയർ റൂട്ടിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നത്. ഇവിടെ യൂണിറ്റ് പ്ലേസിൽ 1 ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. ആൻസറിന്റെ ഓപ്ഷൻ യൂണിറ്റ് പ്ലേസ് 1, 2 ആണെങ്കിൽ 8, 3 ആണെങ്കിൽ 7, 4, 4, 5, 5, 6, 6, അതുപോലെ 9, 9 ആണ്, 7, 3 ആണ്, 8, 2 ആണ്. അപ്പൊ ഈ ഒരു ഓപ്ഷൻസും കൂടെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇതിൽ കുറെ നമ്പേഴ്സിന് സെയിം തന്നെയാണ്. 4 ആണെങ്കിൽ 4 വരും, 5 ആണെങ്കിൽ 5 തന്നെയാണ്, 6 ആണെങ്കിൽ 6 തന്നെയാണ്, 9 ആണെങ്കിൽ 9 തന്നെയാണ്. ഓക്കെ, ബാക്കിയുള്ളതിൻ്റെത് 1 ആണെങ്കിൽ 1 തന്നെയാണ്. ബാക്കി 2, 3 പിന്നെ വരുന്നത് 7, 8 ഈ 4 നമ്പേഴ്സിന്റെ മാത്രമേ യൂണിറ്റ് പ്ലേസും ഓപ്ഷൻസും ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സെയിം നമ്പർ തന്നെയാണ്. അപ്പൊ പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ആ 4 നമ്പർ മാത്രം മെയിനായിട്ട് ചെയ്ത് വെച്ചാൽ. അപ്പൊ ഇവിടെ ഈ ഒരു നമ്പേഴ്സും, അതായത് ക്യൂബ് ഓഫ് 1 to 9 അതും കൂടെ പഠിച്ചെടുക്കും. അപ്പൊ നമുക്ക് നേരെ ട്രിക്കിലേക്ക് പോവാം. എങ്ങനെയാണത് കണ്ടുപിടിക്കുക എന്നുള്ളത്, ക്യൂബ് റൂട്ട് ഓഫ് എ നമ്പർ എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ളത് നോക്കാം. ഈ ഓപ്ഷൻസ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. നമുക്ക് ചെയ്യുമ്പോഴും ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഒരു ചെറിയ നമ്പർ എടുക്കുക. ആദ്യം തന്നെ 2197. 2197 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ക്യൂബ് റൂട്ടാണ് അല്ലെ, സ്ക്വയർ റൂട്ട് അല്ല, ക്യൂബ് റൂട്ട്. ഇതാണ് ക്യൂബ് റൂട്ടിന്റെ റെപ്രസെന്റേഷൻ. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 2197 ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ സ്ക്വയർ റൂട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റിന്റെ ഗ്രൂപ്പ് ആക്കിയിട്ട് എഴുതാം. അപ്പൊ ക്യൂബ് റൂട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം, 3 ഡിജിറ്റിന്റെ ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 3 ഡിജിറ്റ് ഒരു ഗ്രൂപ്പ്, ബാക്കിയുള്ള നമ്പേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മറ്റൊരു ഗ്രൂപ്പ് ആക്കിയിട്ട് എഴുതാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തായാലും 3 ഡിജിറ്റിന്റെ ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരിക്കണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്രയായാലും കുഴപ്പമില്ല. ചില 1 ഡിജിറ്റ് ആയിരിക്കാം, 2 ഡിജിറ്റ് ആയിരിക്കാം, 3 ഡിജിറ്റ് ആയിരിക്കാം. അത് ആസ് പെർ ദി നമ്പർ അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. 3 ഡിജിറ്റ് വരുന്ന 197ന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഗ്രൂപ്പ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് 2ന്റെ ഒരു ഗ്രൂപ്പ് അല്ലെ. 2 എന്ന് പറയുന്ന നമ്പർ മാത്രമേ ഇവിടെയുള്ളൂ. ഇനി ചെയ്യേണ്ടത് എന്താ, സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. വേറെ മൾട്ടിപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു ടേബിൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൻസർ എഴുതാം. 197 ആണ്. യൂണിറ്റ് പ്ലേസ് മാത്രം ചെക്ക് ചെയ്യാം. 7 ആണ് യൂണിറ്റ് പ്ലേസ്. 7 ആണെങ്കിൽ ഓപ്ഷൻ വരുന്നത് എന്താണ്, 7 ആണെങ്കിൽ 3 അല്ലെ. 7 ആണെങ്കിൽ നമുക്ക് ആൻസറിന്റെ യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത് 3 ആണ്. സോ ഇവിടെ 3 എഴുതി ഡയറക്റ്റ് ആൻസർ എഴുതാം. 7 ആണെങ്കിലും 3. അടുത്തത് എന്താ, 2 ആണ് നമ്പർ. 2ന് തൊട്ടടുത്തുള്ള പെർഫെക്റ്റ് ക്യൂബ് നമ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 ക്യൂബ് 1, 2 ക്യൂബ് 8 ആണ്. അപ്പൊ 2ന് തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് ക്യൂബ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. പെർഫെക്റ്റ് ക്യൂബ് നമ്പർ 1 ആണ്. 1ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 1 തന്നെയാണ്. ആ 1 ഇവിടെ ആൻസർ കംപ്ലീറ്റ് അല്ലെ. അപ്പൊ 2നടുത്തുള്ള പെർഫെക്റ്റ് ക്യൂബ് നമ്പർ ഏതാണ്, തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് ക്യൂബ് നമ്പർ ഏതാണെന്ന് നോക്കുക. അപ്പൊ അത് 1 ആണ്. അതിന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 1 തന്നെയാണ്. സോ ഇവിടെ 1 എഴുതുന്നു. 7 ആയതുകൊണ്ട് ഓപ്ഷൻ വരുന്നത് യൂണിറ്റ് പ്ലേസ് 3 ആണ്. 3 എഴുതുന്നു. ആൻസർ 13 കിട്ടും അല്ലെ. സ്ക്വയർ റൂട്ട് ചെയ്യുന്നതിലും എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്യൂബ് റൂട്ട് ഓഫ് എ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. 2 എക്സാമ്പിൾ കൂടെ ചെയ്യാം. അടുത്തത് ക്യൂബ് റൂട്ട് ഓഫ് 12,167. ക്യൂബ് റൂട്ട് ഓഫ് 12,167 ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 3 ഡിജിറ്റിന്റെ ഗ്രൂപ്പ് മേക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടേണ്ട ആൻസർ 2 ഡിജിറ്റ് ആൻസർ ആണ് കിട്ടേണ്ടത്.
167 അല്ലെ. 167 7 ആണ് യൂണിറ്റ് പ്ലേസ് ഉള്ളത്. തൊട്ട് മുന്നേ ചെയ്തു 7 ആണെങ്കിൽ 3 ആയിരിക്കും ആൻസറിൽ വരുന്നത്. അപ്പൊ 3 എഴുതി. ഇനി ക്യൂബ് റൂട്ടിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡില് 12 ആണ് ഗ്രൂപ്പ് ആയിട്ട് വരുന്നത് അല്ലെ. 12 ആണ് നമ്പർ വരുന്നത്. 12ന് തൊട്ടടുത്തുള്ള പെർഫെക്റ്റ് ക്യൂബ് നമ്പർ ഏതാണെന്ന് നോക്കാം. നമുക്കറിയാം 12ന് തൊട്ടടുത്തുള്ളത് 8 ആണ് അല്ലെ. 12ന് തൊട്ടടുത്തുള്ള പെർഫെക്റ്റ് ക്യൂബ് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. 8ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. ഇത്രയും ഉണ്ട്. 8ന്റെ ക്യൂബ് റൂട്ട് 2 ആണ്. 2 എഴുതി. ആൻസർ 23. ഇപ്പൊ 23യുടെ ക്യൂബ് ആണ് 12,167 അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 12,167 എന്ന് പറയുന്നത് 23 ആണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട്. സ്ക്വയർ റൂട്ടിലും എളുപ്പമാണ് ക്യൂബ് റൂട്ട് ഓഫ് എ നമ്പർ എന്ന് പറയുന്നത്. 2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. 117,649 649 1,17,649 ഇതിന്റെ ക്യൂബ് റൂട്ട് എന്താണെന്ന് നോക്കാം. അപ്പൊ ചെയ്യേണ്ടത് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ ഗ്രൂപ്പ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ക്യൂബ് റൂട്ട് ഓഫ് ദിസ് നമ്പർ. റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 3 ഡിജിറ്റിന്റെ ഒരു ഗ്രൂപ്പ് 649 ഇവിടെ 117ന്റെ മറ്റൊരു ഗ്രൂപ്പ്. ഇവിടെ യൂണിറ്റ് പ്ലേസിൽ വരുന്നത് 9 ആണ്. യൂണിറ്റ് പ്ലേസ് എന്താണ്? 9 ആണ്. 9 ആണ് നമുക്കറിയാം. ആൻസറിന്റെ യൂണിറ്റ് പ്ലേസും 9 തന്നെയായിരിക്കും. ആൻസറിന്റെ യൂണിറ്റ് പ്ലേസും 9 ആയിരിക്കും. ഇനി ടെൻസ് പ്ലേസ് നോക്കാം. 117 ആണ്. 117ന് തൊട്ടടുത്തുള്ള പെർഫെക്റ്റ് ക്യൂബ് നമ്പർ ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ പെർഫെക്റ്റ് ക്യൂബ് നമ്പർ എന്തായാലും പഠിച്ചത്. അതുകൊണ്ടാണ് 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിന്റെ ക്യൂബ് പഠിച്ചിരിക്കുന്നത്. എന്നാലേ അതിലുള്ള ക്യൂബ് നമ്പർ നമുക്ക് മനസ്സിലാവും. അപ്പൊ ക്യൂബ് നമ്പർ എന്ന് പറയുന്നത് 117ന് തൊട്ടടുത്തുള്ളത് 64 ആണ് അല്ലെ. 64 അല്ലെങ്കിൽ 4 ക്യൂബ് ആണ്. 5 ക്യൂബ് എന്ന് വരുമ്പോൾ അത് 125 അത് ഇതിന് മുകളിലുള്ള നമ്പർ ആണ്. തൊട്ട് താഴെ എന്താണ്? 64 ആണ്. അപ്പൊ 64ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 4 ആണ് അല്ലെ. ആ നമ്പറിന്റെ ക്യൂബ് റൂട്ട് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അത് 4 ആണ്. സോ ആൻസർ 49 കിട്ടും. ഇപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 1,17,649 എന്ന് പറയുന്നത് എന്താണ്? 49 ആണ്. ആൻസർ കിട്ടുന്നത് എന്താണ്? 49 ആണ്. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ക്യൂബ് റൂട്ട് ഓഫ് എത്ര വലിയ ലാർജ് നമ്പർ ആയി കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. വരുന്ന നമ്പർ 2,62,144. ക്യൂബ് റൂട്ട് ഓഫ് 2,62,144. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് എന്ത് ചെയ്യുന്നു? നമ്മൾ ഗ്രൂപ്പ് ആക്കുന്നു. 3 ഡിജിറ്റിന്റെ ഗ്രൂപ്പ് ഇവിടെ, ബാക്കിയുള്ള നമ്പേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, ഇപ്പൊ 4 ആണ് യൂണിറ്റ് പ്ലേസിൽ വരുന്നത്. ഇപ്പൊ 4 ആണെങ്കിൽ എന്തായിരിക്കും? ആൻസറിൽ എന്ത് തന്നെ വരും? 4 തന്നെ വരും അല്ലെ. 4 ആണെങ്കിൽ ആൻസറിൽ എന്ത് തന്നെയാണ്? 4 തന്നെയാണ്. സോ ആൻസറിൽ 4 എഴുതി. ടെൻസ് പ്ലേസ് 262 ആണ്. 262ന്റെ തൊട്ടടുത്തുള്ള പെർഫെക്റ്റ് ക്യൂബ് നമ്പർ ഏതാണെന്ന് നോക്കാം. 262ന്റെ തൊട്ടടുത്തുള്ള പെർഫെക്റ്റ് ക്യൂബ് നമ്പർ എന്ന് പറയുന്നത് 216 ആണ്. നമുക്കറിയാവുന്ന നമ്പർ ആണ്. ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 6 ആണ്. ആ 6 ഇവിടെ എഴുതുന്നു. ആൻസർ കംപ്ലീറ്റ്. ഓക്കെ, ഇപ്പൊ ഒരുപാട് പ്രോബ്ലം ചെയ്യുവാണെങ്കിൽ നമുക്ക് മെന്റലി എന്ത് ചെയ്യാൻ പറ്റും? ക്യൂബ് റൂട്ട് ഓഫ് എനി നമ്പർ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്വയർ റൂട്ടിലും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്യൂബ് റൂട്ട് ഓഫ് എനി നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ട്രിക്കുമായിട്ട് വരുന്നത് വരെ ബൈ.